ഒരു ഉച്ചയൂണിനുള്ള കറിയും തോരനും ആക്കുന്നത് കണ്ടാലോ. ഇനി ഇടിച്ചക്ക എടുത്തേക്കണം. ചക്ക കണ്ടാലെന്നും പറയുന്നത് ഇടിച്ചക്ക തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മസാലക്കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ സാമ്പാറിലിടും തോരൻ വെക്കും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇത് ഒരു വെറൈറ്റി മസാലക്കറിയാണ്. അതിന് നമ്മൾ ആ മുറിച്ച് വെച്ച ആ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പാണ് ഇടുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് കീറിയൊക്കെ ഇടാം കേട്ടോ. ഇവിടെ അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വയ്ക്കുന്നത്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇപ്പോഴത്തെ റാഡിഷ് ഞാൻ അതിൻ്റെ തൊലി ചീകി കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള, പിന്നെ ഒരു പച്ചമുളക്, കരിവേപ്പില. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 വേണ്ട ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ തേങ്ങ, അതിന് തോരൻ ആവശ്യമുള്ള തേങ്ങ. റാഡിഷ് സാമ്പാർ വെക്കണേക്കാളും ടേസ്റ്റ് തോരൻ വെക്കാനാട്ടോ. അപ്പോൾ അതിൻ്റെ കുത്ത് അങ്ങനെ അറിയുന്നൊന്നുമില്ല. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ ഉഴുന്ന് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ അത് കടിക്കാനൊരു ടേസ്റ്റാണ്, അതുകൊണ്ട് ഉഴുന്ന് ഇട്ട് കളർ മാറി കഴിയുമ്പോൾ പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സവോളയും കരിവേപ്പിലൊക്കെ കൂടി ഞാൻ ഒരുമിച്ച് തന്നെ ഇടുന്നത് കേട്ടോ. ഒരുമിച്ച് തന്നെ അതിലിട്ടിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന റാഡിഷ് എടുത്തിടുക. ഒരുപാട് ചെറുതല്ല, ഇതുപോലെയാണ് ഞാൻ മുറിച്ച് വെച്ചേക്കണത്. അത് 2 ഉണ്ടായിരുന്നു, 2 റാഡിഷാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി. റാഡിഷ് കുറവാണ് ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്, നമുക്ക് ആയുസ് കൂട്ടാൻ നല്ലതാണ്, കണ്ണിന് കാഴ്ച കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഇനി പച്ചക്കറി കടയിൽ റാഡിഷ് കാണുമ്പോൾ മേടിച്ചൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ആ റാഡിഷ് ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം അടച്ച് വെച്ച് വേവിക്കുന്നു. നല്ല വെള്ളം ഇതുപോലെ ഒഴിച്ച് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റുന്ന പച്ചക്കറിക്ക് അധികം വെള്ളം ഒഴിക്കില്ലല്ലോ. പക്ഷേ ഈ റാഡിഷിനൊരു ക്യാബേജിൻ്റെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ വച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പുറത്തെ കുക്കറിൽ. അപ്പോൾ അത് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കലുള്ളൂ, മസാലയൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഇപ്പുറത്തതാ അപ്പോൾ തോരൻ്റെ വെള്ളം വറ്റി. നമ്മളപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടാണല്ലോ എല്ലാവരും ചെയ്യൽ. അതിൽ തേങ്ങ ഇട്ടിട്ട് ഇളക്കി ഞാൻ തീ ഓഫ് ചെയ്ത് എടുത്ത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ റാഡിഷ് മേടിക്കാത്തവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പമാണ്. തേങ്ങയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഞാനത് ഓഫ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുന്നു. ഞാൻ തേങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ. ഓഫാക്കി ആ ചൂടിനാണ്, അത് വെന്ത ചൂടിനെ ഞാൻ തേങ്ങ ഇടാറുള്ളൂ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് കറിയുടെ നോക്കാം. അതിന് നമ്മളൊരു ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും തക്കാളി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ വറുത്തരക്കണേൽ തേങ്ങ വറുത്തരക്കും, കറിയാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച് പിന്നെ തക്കാളിയുടെ പുളി കൂടി സവോളയും തക്കാളിയും ചേർങ്ങനെ ചെയ്തത്. പക്ഷെ ഞാനൊരു വഴറ്റിയിട്ട് തക്കാളിയുടെ പുളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും തക്കാളി നമ്മൾ വേവിച്ച് വെറുതെ ഒന്ന് വഴറ്റിയെടുക്കുകയുള്ളൂ, ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനത് ഈ കറിയിലേക്ക് അതിലേക്ക് ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചില്ലേ ഇടിച്ചക്ക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അരപ്പ് റെഡിയാക്കി. എന്നിട്ടാണ് അരപ്പ് തേങ്ങ അരച്ചെടുത്തത്. തേങ്ങ അതിൽ കുറച്ച് മല്ലി ഇട്ട് കൊടുത്തു, തേങ്ങയും പിന്നെ മസാലകളാണ്. ഒരു ഏലക്കായ ഇട്ട് കൊടുത്തു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ജീരകം, പിന്നെ മസാലയുടെ നമുക്ക് മസാലപ്പൊടി ഉണ്ടെങ്കിൽ മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി. നമ്മൾ 3-6 ഇടുന്നില്ല, പക്ഷെ ഇവിടെ ചെറിയ മസാല ഇടുന്നതാണ് പൊടിയിട്ടേക്കാളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാനത് അങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മൾ സാധാരണ തേങ്ങ വറക്കണ പോലെ തന്നെ. പിന്നെ അത് നമ്മൾ നല്ലപോലെ വറുത്തിട്ട് അരച്ച് കറിയിൽ ചേർക്കാം. നമ്മൾ ഇടിച്ചക്കയും തക്കാളി സവാളയും വെള്ളം ചേർക്കുക. ഒരുപാട് ഞാൻ വെള്ളം ആക്കിയിട്ടില്ല, കാരണം ഇവിടെ പിള്ളേർ കഷ്ണം കഴിക്കുമല്ലോ. വെള്ളം അതിൻ്റെ പച്ച ടേസ്റ്റ് കറിയുടെ വെള്ളം മാത്രം എടുത്ത് നന്നായി കരിച്ച് കടുവ. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് വെള്ളമാക്കിയില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കഴിച്ചൊന്നും പിള്ളേർ വെള്ളമാക്കി കഴിഞ്ഞിട്ട് വെള്ളം